all, welcome to once. ഇന്ന് നമ്മൾ KTU ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. മെഷർമെൻറ്റ്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ET 203ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. 3 hours എക്സാം ആണ്. ഇതാണ് കോഡ്. സബ്ജക്റ്റിൻ്റെ പേര് മെഷർമെൻറ്റ്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ. 2019 സ്കീമിൽ ഡിസംബർ 2020 നടന്ന എക്സാമാണിത്. 100 മാർക്സിൻ്റെ എക്സാമാണ്. 3 hours എക്സാമാണ്. മൊഡ്യൂൾ 5 ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ സിലബസിലെ ട്രാൻസ്ഡ്യൂസേഴ്സ്, പലതരം ട്രാൻസ്ഡ്യൂസേഴ്സ്, പീസോ ഇലക്ട്രിക്, LVDT, ഇലക്ട്രോമാഗ്നറ്റിക്, അൾട്രാസോണിക് മീറ്റർ, പിന്നെ ഫോഴ്സ്, ലോഡ് സെല്ല്, സ്ട്രെയിൻ ഗേജ്, അതെല്ലാമാണ് ട്രാൻസ്ഡ്യൂസർ സെഷനിൽ വരുന്നത്. പിന്നെ ഓസിലോസ്കോപ്പ്, CRO, DSO, അതിൻ്റെ കാര്യങ്ങൾ, പിന്നെ ഡിജിറ്റൽ വോൾട്ട് മീറ്റർ, പിന്നെ ഫ്രീക്വൻസി മീറ്റർ, DMM, ക്ലാമ്പ് ഓൺ മീറ്റർ, പിന്നെ ഫേസ് മെഷർമെൻറ്റ് യൂണിറ്റ്, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ മാത്രം, പിന്നെ വിർച്വൽ ഇൻസ്ട്രുമെൻറ്റേഷൻ സിസ്റ്റം, അതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ എല്ലാം ഡിസ്ക്രിപ്ഷൻ മാത്രം എഴുതിയിട്ടുണ്ട്. ഇതെല്ലാമാണ് മൊഡ്യൂൾ 5 വരുന്ന സിലബസ്. പാർട്ട് എയിൽ 2 ക്വസ്റ്റ്യനാണ്, 3 മാർക്സിൻ്റെ. ഡ്രോ ദ ഡയഗ്രാം ഓഫ് എ CRT, ഡിസ്ക്രൈബ് ദ വർക്കിംഗ് ഓഫ് എ ഫേസർ മെഷർമെൻറ്റ് യൂണിറ്റ്, PMU. അപ്പോൾ നമുക്കത് നോക്കാം. ആദ്യത്തെ ഡ്രോ ദ ഡയഗ്രാം ഓഫ് എ, അപ്പോൾ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയത് കാരണം ഈ ഒരു ഫിഗർ വരച്ച് കഴിഞ്ഞാൽ തന്നെ ധാരാളമാണ്. ഇത് പിൻസ്, ഇവിടെ ബേസ്, ഹീറ്റർ ഉണ്ട്, പിന്നെ കാഥോഡിൽ ഹീറ്റർ, ഇതാണ് കാഥോഡ്, പിന്നെ ഗ്രിഡ്, പിന്നെ പ്രീ ആക്സിലറേറ്റിങ്ങോ അതിൻ്റെ ഇടയിൽ ഫോക്കസിങ് ആനോഡ്. അപ്പോൾ ഇതൊക്കെ വരയ്ക്കുകയും അതുകൊണ്ട് മാർക്ക് ചെയ്യുകയും, അതായത് ഇത് പ്രീ ആക്സിലറേറ്റിംഗ്, ഇതാണ് ആക്സിലറേറ്റിംഗ്, നടുക്കുള്ളതാണ് ഫോക്കസിങ്. ഇത്രയും കാര്യത്തിനാണ് ഇലക്ട്രോൺ ഗൺ. അപ്പോൾ ഇലക്ട്രോൺ ഗണ്ണിൽ ഇത്രയും കാര്യങ്ങൾ വരും. ഹീറ്ററും കാഥോഡും ഗ്രിഡും പിൻസ് ഇപ്പുറത്ത് വരും. അതിനുശേഷം അത് കഴിഞ്ഞ് വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റും ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റും ഉണ്ട്. വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ് ഈ ഒരു ഡയറക്ഷനിലാണ് ഇരിക്കുന്നത്. ഹൊറിസോണ്ടൽ ആണെങ്കിലോ ഇങ്ങനെയാണ്. ഓർക്കാൻ വേണ്ടി ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ ഫോസ്ഫറിൻ്റെ സ്ക്രീനാണ്. അക്വാഡാഗ് കോട്ടിംഗ് ഉണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഇതിൽ മാർക്ക് ചെയ്ത് വരച്ച് കഴിഞ്ഞാൽ 3 മാർക്സ് എന്താണെങ്കിലും കിട്ടും. ജസ്റ്റ് ഞാൻ അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. കാഥോഡ് റേ ഓസിലോസ്കോപ്പിൻ്റെ ഹാർട്ട് എന്ന് പറയുന്നത് CRT ആണ്. അതാണ് നമ്മളോട് CRT ആണ് നമുക്ക് വരക്കാൻ പറഞ്ഞിരിക്കുന്നത്. CROൻ്റെ ഹാർട്ടാണ്. പിന്നെ അഡീഷണൽ സർക്യൂട്ടറിയും കൂടി വേണം അത് ഓപ്പറേറ്റ് ചെയ്യാൻ. CRTയിൽ എന്തൊക്കെയാണുള്ളതെന്നാണ്: ഇലക്ട്രോൺ ഗൺ അസംബ്ലി, ഡിഫ്ലക്ഷൻ പ്ലേറ്റ് അസംബ്ലി, പിന്നെ ഫ്ലൂറസെൻസ് സ്ക്രീന്, ഗ്ലാസ് എൻവലപ്പ്, പിന്നെ ബേസ് കണക്ഷൻസ് മെയ്ഡ് ചെയ്യുന്നത് ആ പാർട്സിലാണ്. ഇപ്പം ഇത്രയും പാർട്സാണുള്ളത്. ഈ ഇലക്ട്രോൺ ഗൺ അസംബ്ലിയിൽ തന്നെയുള്ള കാര്യങ്ങൾ, കാഥോഡ്, പിന്നെ പ്രീ ആക്സിലറേറ്റിംഗ്, ഫോക്കസിങ്, അതെല്ലാം. ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സ് ഏതൊക്കെയാണ്, പിന്നെ ഫ്ലൂറസെൻസ് സ്ക്രീന്, അതിൽ ഉള്ള കോട്ടിങ്, അതെല്ലാം ഓർത്ത് പറയാം കേട്ടോ. അത്ര എഴുതിയാൽ മതി. അപ്പോൾ തന്നെ 3 മാർക്സ് ഓക്കെയാണ്, കുഴപ്പമില്ല. ഡിസ്ക്രൈബ് ദ വർക്കിംഗ് ഓഫ് എ ഫേസർ മെഷർമെൻറ്റ് യൂണിറ്റ്, PMUവിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഫേസർ മെഷർമെൻറ്റ് യൂണിറ്റ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു എസ്റ്റിമേറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫേസ് ആംഗിൾ ഓഫ് ആൻ ഇലക്ട്രിക്കൽ ഫേസർ ക്വാണ്ടിറ്റി. ഇലക്ട്രിക്കൽ ഫേസർ ക്വാണ്ടിറ്റി ഏതാ? വോൾട്ടേജ് ആൻഡ് കറണ്ട്. വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയൊക്കെ മാഗ്നിറ്റ്യൂഡും ഫേസ് ആംഗിളും കിട്ടാൻ വേണ്ടിയുള്ളൊരു ഡിവൈസാണ്. അതെന്തിനാണ്? നമുക്ക് ഇലക്ട്രിക്കൽ ഗ്രിഡിൽ അതിൻ്റെ ആവശ്യമുണ്ടല്ലേ. എങ്ങനെയാണത്? ടൈം സിങ്ക്രണൈസേഷൻ ഈസ് യൂഷ്വലി പ്രൊവൈഡഡ് ബൈ GPS ആണ് ടൈം സിങ്ക്രണൈസേഷൻ തരുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും? റിമോട്ട് പോയിൻറ്റ്സ് ആണ്, ഓരോരോ പോയിൻറ്റ്സ് നമുക്ക് തന്നുകൊണ്ടിരിക്കും. നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് ബ്ലോക്ക് ഡയഗ്രത്തിൽ നോക്കാം. ഇത് എന്ത് ചെയ്യും? PMU എന്ത് ചെയ്യും? കുറേ സാമ്പിൾസ് എടുക്കും. ഒരു വേവ് ഫോമിൽ നിന്ന് കുറേ സാമ്പിൾസ് എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അത് റീകൺസ്ട്രക്ട് ചെയ്തിട്ട് എന്താ ചെയ്യുന്നത്? ഫേസർ ക്വാണ്ടിറ്റി. അങ്ങനെയാണ് നമ്മളുടെ ആംഗിളും മാഗ്നിറ്റ്യൂഡും മെഷർ ചെയ്യുന്നത്. കുറേ ക്വാണ്ടിറ്റീസ് കണ്ടിന്യൂസ് ആയിട്ട് സാമ്പിൾസ് എടുത്തിട്ട് അതിൽ നിന്ന് നമ്മൾ ആംഗിളും മാഗ്നിറ്റ്യൂഡും മെഷർ ചെയ്യുകയാണ് ഫേസർ മെഷർമെൻറ്റ് യൂണിറ്റ് ചെയ്യുന്നത്. സിമ്പിൾ വേർഡ്സിൽ പറഞ്ഞാൽ അതാണ്. ഈ റിസൾട്ടിംഗ് മെഷർമെൻറ്റിനെ എന്താണ് നമ്മൾ പറയുന്നത്? സിങ്ക്രോ ഫേസർ എന്ന് പറയും. ഈ ടൈം സിങ്ക്രണൈസ്ഡ് മെഷർമെൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തിനാണ്? ഇത് ഗ്രിഡ് സപ്ലൈ ആൻഡ് ഡിമാൻഡ്. എന്താണ് ഗ്രിഡിൽ സപ്ലൈയും ഡിമാൻഡും മാച്ച് ആയില്ലെങ്കിലുള്ള പ്രശ്നം എന്താണ് ഗ്രിഡ്? നമ്മുടെ കൺട്രി ഇന്ത്യയിൽ എല്ലാ ലൈൻസും ഇൻ്റർ കണക്റ്റഡ് ആയിട്ടൊരു ഗ്രിഡ് പോകുന്നുണ്ട്. ആ ഗ്രിഡിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്?
വൺ കൺട്രി വൺ ഗ്രിഡാണ് ഇപ്പം നമ്മൾ, അതായത് നോർത്ത് സൗത്ത് എല്ലായിടത്തും. എന്തിനാണ് ഗ്രിഡ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്? അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്കിപ്പം മഴയുള്ള സമയത്ത് കറണ്ടുണ്ട്, അല്ലെങ്കിൽ കറണ്ടിൻ്റെ ആവശ്യം കുറവാണ്, കാരണം തണുപ്പാണ്, അധികം ലൈറ്റ് ഫാനൊന്നും ഇടുന്നില്ല. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഇലക്ട്രിസിറ്റി നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു സംസ്ഥാനത്ത് യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം അല്ലേ. അപ്പം അത് നമുക്ക് സെല്ല് ചെയ്യാം. അതുപോലെ നമുക്കിപ്പോൾ എന്താ വെയിലൊക്കെയുള്ള സമ്മർ സീസണിലൊക്കെ ആണെങ്കിൽ നല്ലപോലെ ഫാനൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ കറണ്ട് കൂടും. അപ്പം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പോരെങ്കിൽ നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എടുക്കാം. അപ്പം അതിനുവേണ്ടിയാണ് ഈ ഗ്രിഡ്. അപ്പം അതിൻ്റെ അകത്ത് എന്താണ്, ഫ്രീക്വൻസി 50 ഹെർട്സ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പം 50 ഹെർട്സ് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ അത് ഈ 50 ഹെർട്സിൽ കൂടുകയും കുറയും ചെയ്യുമ്പോഴുള്ളൊരു വ്യത്യാസമുണ്ട്. ലോഡും സപ്ലൈനെയും ഡിപ്പെൻഡ് ചെയ്താണ് 50 ഹെർട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ലോഡ് കൂടിയാൽ എന്ത് സംഭവിക്കും? 50 ഹെർട്സിൽ നിന്ന് താഴത്തേക്ക് പോകും. അല്ലെങ്കിൽ സപ്ലൈ കുറഞ്ഞാലും മതി, സപ്ലൈ കുറഞ്ഞാലും 50 ഹെർട്സിൽ നിന്ന് താഴെ പോകും. നേരെ ഓപ്പോസിറ്റ് കാര്യവും സംഭവിക്കും. എങ്ങനെയാണ് നേരെ ഓപ്പോസിറ്റ്? ലോഡ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൂടും അല്ലേ, ലോഡ് കുറവാണെങ്കിൽ ഇത് കൂടും. അതുകൊണ്ട് സപ്ലൈ കൂടിയാലും 50 ഹെർട്സിൽ നിന്ന് ഫ്രീക്വൻസി കൂടും. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ലോഡ് സപ്ലൈയും കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. അത് ഈക്വൽ ആണെങ്കിൽ മാത്രമേ 50 ഹെർട്സ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഗ്രിഡ് സപ്ലൈയും ഡിമാൻഡും നോട്ട് പെർഫെക്റ്റ്ലി മാച്ച്ഡ്, ഫ്രീക്വൻസി ഇംബാലൻസ് ഉണ്ടാകും. അത് സ്ട്രെസ് ഉണ്ടാകും ഗ്രിഡിൽ, വിച്ച് ഇസ് എ പൊട്ടൻഷ്യൽ. നമ്മുടെ പവർ ഔട്ടേജ് ഒക്കെ ഉണ്ടാകും. അതായത് ഫ്രീക്വൻസി ചേഞ്ച് വന്നു കഴിഞ്ഞാൽ സിസ്റ്റം കൊളാപ്സ് ആകും. അങ്ങനെ സിസ്റ്റം കൊളാപ്സ് ആയി കഴിഞ്ഞാൽ എന്ത് പറ്റും? എല്ലായിടത്തെയും കറണ്ട് പോകും. ആ ഗ്രിഡുമായിട്ട് കണക്ട് ചെയ്ത് എല്ലായിടത്തെയും പവർ പോകും. അപ്പം മെഷർമെൻറ്റ് ഓഫ് ഫ്രീക്വൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഫേസ് മെഷർമെൻറ്റ് യൂണിറ്റ് യൂസ് ചെയ്യുന്നത്. ടിപ്പിക്കൽ കൊമേഴ്ഷ്യൽ PMU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? റെസൊല്യൂഷൻ 30 to 60 മെഷർമെൻറ്റ്സ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ 30 to 60 ആണ്. ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൽ 30 മുതൽ 60 മെഷർമെൻറ്റ്സ് വരും. അപ്പോൾ ആലോചിച്ച് വെക്കണം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അക്യുറേറ്റ് ഡാറ്റ തരാനാണ്. ദിസ് ഹെൽപ്സ് എഞ്ചിനീയേഴ്സ് ഇൻ അനലൈസിങ് ഡൈനാമിക് ഇവൻറ്റ്സ് ഇൻ ദ ഗ്രിഡ് വിച്ച് ഇസ് നോട്ട് പോസിബിൾ വിത്ത് ട്രഡീഷണൽ സ്കാഡ യൂസ് ചെയ്ത്. സ്കാഡ എന്താ? സൂപ്പർവൈസറി കൺട്രോൾ ആൻഡ് ഡാറ്റ അക്വിസിഷൻ. ആ സ്കാഡേനേക്കാളും പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി ദാറ്റ് ജനറേറ്റ്സ് 1 മെഷർമെൻറ്റ് ഇൻ എവറി 2 to 4 സെക്കൻഡ്. സ്കാഡ തരുന്നത് എങ്ങനെയാണ്? ഒരു മെഷർമെൻറ്റാണ് 2 to 4 സെക്കൻഡിൽ തരണേ. ഇത് ഒരൊറ്റ സെക്കൻഡിൽ തന്നെ 60 ഇല്ലെങ്കിൽ 30 റീഡിങ്സ് തരുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ സ്കാഡ വെച്ച് നോക്കുമ്പോൾ ഉള്ള ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അതുകൊണ്ട് therefore PMUs equip utilities which enhanced monitoring and control capabilities and are considerable to be one of the most important measuring device in the future of power system. പവർ സിസ്റ്റത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഭാവിയിൽ ഇല്ലെങ്കിൽ ഇപ്പോൾ PMUs ആണ് യൂട്ടിലിറ്റീസ് എംപ്ലോയ് ചെയ്യാൻ പോകുന്നത്. PMU can be a dedicated device or PMU function can be incorporated into a protective relay or other device. അത് നമുക്ക് ഈ ഗ്രിഡിന് വേണ്ടി ഫ്രീക്വൻസി മെഷർമെൻറ്റിന് വേണ്ടി മാത്രമായിട്ട് നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ റിലേസ് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് യൂസ് ചെയ്യാം. അത് സ്മാർട്ട് ഗ്രിഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രിഡ് തന്നെ സ്മാർട്ട് ഗ്രിഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡിസ്ട്രിബ്യൂട്ടഡ് ജനറേഷനെല്ലാം ഉള്ള ഒരു കാര്യമാണ് സ്മാർട്ട് ഗ്രിഡിൽ വരുന്നത്. ഈ ഡിസ്ട്രിബ്യൂട്ടഡ് ജനറേഷൻ വരുമ്പോൾ സ്മാർട്ട് ഗ്രിഡൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആവുന്നത് എങ്ങനെയാണ്? DG എന്ന് പറഞ്ഞ ഒരു ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ ഇപ്പോൾ ഇവിടെയുണ്ട്. ഇതൊരു ഹൗസ് ആണെങ്കിൽ ഈ ഹൗസിലൊരു സോളാർ പാനൽ വെച്ചിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പം അതും നമ്മുടെ ഗ്രിഡിലേക്ക് കൊടുക്കുകയാണ്. ഇത് നമ്മുടെ ഒരു ഗ്രിഡാണെന്ന് വിചാരിക്കുക. ഇവിടെ കൊടുക്കുകയാണ്. ഇവിടെ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്, ബാക്കി നമ്മൾ ഇങ്ങോട്ടും കൊടുക്കുന്നുണ്ട്. സൺഡേ ഇതിൽ നമ്മൾ എന്തെങ്കിലും ഒരു മെയിൻ്റെനൻസിന് ഇവിടെ ഒരാൾ വരിക, ഇവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഗ്രിഡ് ഓഫാക്കിയിട്ടാലും എന്ത് പറ്റും? ഈ കൺസ്യൂമറിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് സപ്ലൈ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവിടെ നിൽക്കുന്ന ആൾക്ക് ഡേഞ്ചറാണ്. അപ്പോൾ അതൊരിക്കലും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? അത് ഐസൊലേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ആ ഒരു പ്രോസസ്സൊക്കെ വേണ്ടി എന്ത് ചെയ്യണം? സ്മാർട്ട് ഗ്രിഡ് PMU എസെൻഷ്യൽ എക്യുപ്മെൻ്റ് ആണ്. സിങ്ക്രോഫൈസർ ഡാറ്റ വരെയാണ്. മാഗ്നിറ്റ്യൂഡ്, ഫേസ് ആൻഡ് ഫ്രീക്വൻസി ഓഫ് എൻ AC സിസ്റ്റം ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രിവെൻറ്റീവ് ആക്ഷൻസ് ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും അല്ലേ. അത് പ്രശ്നം ഉണ്ടാവണേ മുമ്പ് നമുക്ക് ഡാറ്റ തരും. ഇനി ഇത്രയും തന്നെ ധാരാളമാണ്. 3 മാർക്സ് ആയിരുന്നോ?
3 മാർക്സിന് ഇത്രയും ധാരാളമാണ്. പക്ഷേ ഈ ഒരു സ്ലൈഡിൽ നിന്ന് നിങ്ങൾക്ക് മൊത്തം മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് PMUൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം. അപ്പം GPS റിസീവർ, ഫേസ് ലോക്ക്ഡ് ഓസിലേറ്റർ, നമ്മൾ ഇൻപുട്ട് ഇവിടെയാണ് കൊടുക്കുന്നത്, ആൻറ്റി ഏലിയാസിങ് ഫിൽട്ടർ, കൺവേർട്ടർ ഉണ്ട്, മൈക്രോ പ്രൊസസർ ഉണ്ട്, മോഡോ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് അനലോഗ് ഇൻപുട്ടിൽ നിന്നാണല്ലോ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അനലോഗ് ഇൻപുട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. അനലോഗ് ഇൻപുട്ട് എന്താണ്? എന്ത് ഇൻപുട്ടാണ് നമുക്ക് വേണ്ടത്? കറണ്ടും വോൾട്ടേജും വേണ്ടത് അല്ലേ? കറണ്ട് ആൻഡ് പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ CT PT are employed at substations for measurement of voltage and current. Analog input to the PMU are voltage and current obtained from secondary. CTയുടെയും PTയുടെയും സെക്കൻഡറി എന്ന് പറയുന്ന വോൾട്ടേജും കറണ്ടും ആണ് ഈ അനലോഗ് ഇൻപുട്ട് എന്ന് പറയുന്നത്. ഇനി അടുത്ത എന്താ? ആൻറ്റി ഏലിയാസിങ് ഫിൽറ്റർ. അതാണ് ഇവിടെ വരുന്നത് ആൻറ്റി ഏലിയാസിങ് ഫിൽറ്റർ. എന്താണ് ആൻറ്റി ഏലിയാസിങ് ഫിൽറ്റർ? നമ്മൾ സിഗ്നൽസിൽ പഠിക്കുന്നുണ്ട്. ആൻറ്റി ഏലിയാസിങ് ഫിൽറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോ പാസ് ഫിൽറ്ററാണ്. അപ്പം ഹയർ ഡാറ്റാസൊക്കെ അത് എലിമിനേറ്റ് ചെയ്യും. ഫിൽറ്റർ ഔട്ട് ദ കമ്പോണൻസ് ഫ്രം ദ ആക്ച്വൽ സിഗ്നൽ ഹൂസ് ഫ്രീക്വൻസി ഈസ് ഗ്രേറ്റർ ദാൻ. കട്ട് ഓഫ് ഫ്രീക്വൻസിൻ്റെ മുകളിലുള്ള ഇത് കട്ട് ചെയ്യും. പക്ഷേ ഏതാണ്? നൈക്വസ് റേറ്റിലാണ്. നൈക്വസ് റേറ്റ് എന്താണ്? നമ്മുടെ സിഗ്നലിലെ ഫ്രീക്വൻസിയുടെ മാക്സിമം വെച്ച് സാമ്പിൾ ചെയ്യും. 2 times FS. FS is equal to, FS സാമ്പിളിംഗ് ഫ്രീക്വൻസി is equal to 2 times FM. അതായത് നമ്മുടെ ഒരു സിഗ്നൽ നമ്മൾ എടുക്കുകയാണ്. ഇതാണെങ്കിൽ ഇതിൻ്റെ ഫ്രീക്വൻസി FM ആണെങ്കിൽ 2 times FM വെച്ചിട്ട് സാമ്പിൾ ചെയ്യും. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണ്? അപ്പം നമ്മൾക്ക് വേണ്ട സിഗ്നൽ ഇവിടെ വെക്കും, FM അല്ലേ, ഇവിടെ വെക്കും. അടുത്ത FM ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്താലും അതിൻ്റെ കുറച്ചേ കിട്ടുന്നുള്ളൂ, ബാക്കി നമുക്ക് കട്ട് ചെയ്ത് പോകും. അപ്പം ഇതാണ് ഇങ്ങനെയാണ് സാമ്പിൾ ചെയ്യുന്നത്. FMൻ്റെ 2 times എടുക്കും. അപ്പം ഈ FM ഇങ്ങനെ സാമ്പിൾ ചെയ്തിട്ട് ഹയർ വാല്യൂസ് നമുക്ക് ഡാറ്റയുടെ ആവശ്യമില്ല, സെയിം തന്നെയല്ല റിപ്പീറ്റ് ചെയ്യുന്ന പോകുന്നത്. അപ്പം അങ്ങനെ ലോ പാസ് ഫിൽറ്ററാണ്. അതിൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 times ദ സാമ്പിൾഡ്, അതിനേക്കാൾ ഹയർ ആയിരിക്കണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അവിടെ ഒരു ലോസ് ഓഫ് സിഗ്നൽ വരും. സാമ്പിൾ ചെയ്യണത് ഇവിടെ വെച്ചും FM ഇവിടെ ആണെങ്കിൽ എന്ത് പറ്റും? ഇത് കണ്ടില്ല, കുറച്ച് സിഗ്നൽ കട്ടാവും. അപ്പം ഡാറ്റ ഇന്നക്യുറേറ്റ് ആകും. അതുകൊണ്ടാണ് FS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ FMനേക്കാളും FS ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2FM എന്ന് പറയുന്നത്. മാക്സിമംനോട് ഈക്വൽ ആയിക്കഴിഞ്ഞാൽ ജസ്റ്റ് കട്ടാകും. അതിനേക്കാൾ കൂടുതലായി കഴിഞ്ഞാൽ കുറച്ച് മറ്റേതിൻ്റെ പാർട്സ് കിട്ടും, ചിലപ്പോൾ കിട്ടാതിരിക്കും. അങ്ങനെ മനസ്സിലായില്ലേ? Nyquist rate is equal to twice the highest frequency component of input analog signal. ഇൻപുട്ട് നമുക്ക് ഈ അനലോഗ് ഇൻപുട്ടിൽ നിന്ന് കിട്ടിയ സിഗ്നലിൻ്റെ മാക്സിമം ഫ്രീക്വൻസിയുടെ 2 times വെച്ചിട്ടായിരിക്കും Nyquist rate എടുക്കുന്നത്. ഇഫ് ആൻറ്റി ഏലിയാസിങ് ഫിൽറ്റർ ആർ നോട്ട് യൂസ്ഡ് എന്ത് പറ്റും? കുറേ ഡാറ്റ ചെല്ലുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ അകത്ത് എറർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി ഫേസ് ലോക്ക് ഓസിലേറ്റർ. ഫേസ് ലോക്ക്ഡ് ഓസിലേറ്റർ അതെന്താണെന്ന് നോക്കാം. ഫേസ് ലോക്ക് ഓസിലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലോങ് വിത്ത് GPS എന്താ? ഗ്ലോബൽ പൊസിഷനിങ് റെഫറൻസ്. ഇതെന്ത് ചെയ്യും? ഹൈ സ്പീഡ് സിങ്ക്രണൈസ്ഡ് സാമ്പിളിങ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. GPS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാറ്റലൈറ്റ് ബേസ്ഡ് സിസ്റ്റമാണ് ഫോർ പ്രൊവൈഡിങ് പൊസിഷൻ ആൻഡ് ടൈം. നമുക്കറിയാവുന്ന കാര്യമാണ്. അങ്ങനെയാണ് ഫേസ് ലോക്ക് ഓസിലേറ്റർ വർക്ക് ചെയ്യുന്നത്. ഇനി അത് എന്തിലേക്കാണ് പോകുന്നത്? അനലോഗ് ടു ഡിജിറ്റൽ കൺവെർട്ടർ. ഈ അനലോഗ് സിഗ്നലിന് എന്ത് ചെയ്യും? ഡിജിറ്റലായിട്ട് മൈക്രോ പ്രൊസസറിൽ കൊടുക്കുകയാണ് A to D കൺവെർട്ടർ ചെയ്യണേ. Converts analog signal to digital signal. The output of ADC is a sequence of digital values that convert continuous time and amplitude analog to discrete time and discrete amplitude signal. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞിട്ട് GPS-നെ കുറിച്ചൊന്ന് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് വായിക്കാനുള്ളൂ. സിങ്ക്രണൈസ്ഡ് ടൈം ഇസ് ഗിവൺ GPS യൂസസ് ഹൈ അക്യുറസി ക്ലോക്ക് ഫ്രം സാറ്റലൈറ്റ് ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. വിത്തൗട്ട് GPS നമുക്ക് ടൈം കിട്ടാൻ മോണിറ്റർ ചെയ്യാൻ പാടാണ്. GPS satellite provide a very accurate time synchronization signal available by an antenna input throughout the power system. This system means that the voltage and current recordings from different substation can be directly displayed on the same time axis and the same phasor diagram. കണ്ടില്ലേ, നമുക്ക് സെയിം ഫേസർ ഡയഗ്രത്തിൽ തന്നെ സെയിം ടൈം ആക്സിൽ തന്നെ ഡിഫറൻറ്റ് സബ്സ്റ്റേഷൻ്റെ റീഡിങ്സ് നമുക്ക് എടുക്കാൻ പറ്റും. അതാണ് ഈ GPS-ൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഇനി പ്രോസസ്സറാണ്. മൈക്രോ പ്രൊസസർ എന്ത് ചെയ്യും? കറണ്ടും വോൾട്ടേജ് സിഗ്നലും ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോം DFT ടെക്നിക്ക് യൂസ് ചെയ്ത് എന്ത് ചെയ്യും? സിഗ്നൽസ് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? എസ്റ്റിമേറ്റ് ചെയ്യും ഫ്രീക്വൻസി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്രീക്വൻസി മെഷർ ചെയ്യും, ലോക്കലി മെഷർ ചെയ്യും.
എന്നിട്ട് അതാണ് ഫേസ് മെഷർമെൻറ്റ് യൂണിറ്റിൻ്റെ ഔട്ട്പുട്ട്. പിന്നെ എന്ത് ചെയ്യും? മോഡം. ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ മോഡം ഈസ് ടു പ്രൊഡ്യൂസ് എ സിഗ്നൽ ദാറ്റ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ആൻഡ് ഡീകോഡഡ് ടു മേക്ക് റെപ്ലിക്ക ഓഫ് ദ ഒറിജിനൽ ഡിജിറ്റൽ ഡാറ്റ. ഈ ഡാറ്റയുടെ റെപ്ലിക്ക എടുത്തിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ മോഡം യൂസ് ചെയ്യുന്നത്. ട്രാൻസ്മിറ്റ് ചെയ്യാനും ഡീകോഡ് ചെയ്തിട്ട് റെപ്ലിക്ക എടുക്കാൻ. അപ്പോൾ അത് 3 മാർക്സിനാണ് ഞാൻ അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം കൂടി ഇൻക്ലൂഡ് ചെയ്തത്. നിങ്ങൾക്കത് 8 മാർക്സിനോ 10 മാർക്സിനോ ചോദിച്ചാലും എഴുതാൻ വേണ്ടിയാണ്. ഓക്കെ, ഇനി പാർട്ട് ബി ആണ്. 2 ക്വസ്റ്റ്യൻ ആണുള്ളത്. 19th ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് ഓഫ് LVDT വിത്ത് നീറ്റ് ഡയഗ്രാം. എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ഓഫ് ജനറൽ പർപ്പസ് CRO വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബ്ലോക്ക് ഡയഗ്രാം. നമ്മൾ നേരത്തെ CRT ആണ്, കാഥോഡ് റേ ട്യൂബ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ CRO ആണ് ചോദിച്ചിരിക്കുന്നത്. കാഥോഡ് റേ ഓസിലോസ്കോപ്പാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. എക്സ്പ്ലെയിൻ ദ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് ഓഫ് LVDT. 8 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ദ ടേം LVDT എന്ന് നമ്മൾ ഓർത്തിരിക്കുക ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമർ. അപ്പോൾ എന്താ, ഇറ്റ് ഈസ് മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ്. അതൊരു ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസറാണ്. ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അത് പാസീവോ ആണല്ലേ. അപ്പം പാസീവോ ആണ്. ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ എന്താ, ഒരു ട്രാൻസ്ഫോമർ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഉള്ളതുകൊണ്ടാണ് ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ. ദാറ്റ് കൺവേർട്ട്സ് ലീനിയർ മോഷൻ ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യാണ്. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സെക്കൻഡറി വൈൻഡിങ് ഉണ്ട്, അതിൻ്റെ ഡിഫറൻസ് ആണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഡിഫറൻഷ്യൽ എന്നുള്ള വാക്ക് വന്നത്. ലീനിയർ മൂവ്മെൻറ്റ് എടുക്കുന്നതുകൊണ്ട് ലീനിയർ. ഇറ്റ് ഈസ് വെരി അക്യുറേറ്റ് ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ ആസ് കമ്പയർഡ് ടു അതർ ഇൻഡക്റ്റീവ്. മറ്റ് ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസറിന് വെച്ച് നോക്കുമ്പോൾ വളരെ അക്യുറേറ്റ് ആണ്. ദ ട്രാൻസ്ഫോമർ കൺസിസ്റ്റ് എന്താ, ഒരു പ്രൈമറി വൈൻഡിങ്ങും ഉണ്ട്, 2 സെക്കൻഡറി വൈൻഡിങ്ങും ഉണ്ട്. PU ഉണ്ട്, 2 S1 S2 ഉണ്ട്. അതെവിടെയാണ് വൗണ്ട് ചെയ്തിരിക്കുന്നത്? ഒരു സിലിണ്ടർ ഫോർമറിലാണ് വൗണ്ട് ചെയ്തിരിക്കുന്നത്. വിച്ച് ഇസ് ഹോളോ ഇൻ നേച്ചർ. കണ്ടോ, ഇത് അകത്ത് ഹോളാണ്. അവിടെ ഒരു അയൺ കോർ ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബോത്ത് സെക്കൻഡറി വൈൻഡിങ്സ് ഹാവ് ഈക്വൽ നമ്പർ ഓഫ് ടേൺസ് ആൻഡ് ആർ പ്ലേസ്ഡ് ഓൺ ദി ഐദർ സൈഡ് ഓഫ് ദ പ്രൈമറി. ഇവിടെ പ്രൈമറി ഉണ്ടെങ്കിൽ പ്രൈമറിയുടെ ഇവിടെയായിട്ട് 2 സെക്കൻഡറി. Primary winding is connected to an AC source which produces a flux in the air gap and voltage is induced in the പ്രൈമറിയിൽ നമ്മൾ സപ്ലൈ കൊടുക്കുന്നു, അതിനനുസരിച്ച് സെക്കൻഡറിയിൽ വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യുന്നു. എ മൂവബിൾ സോഫ്റ്റ് അയൺ കോർ ഇസ് പ്ലേസ്ഡ് ഇൻസൈഡ് ദ ഫോർമർ ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ടു ബി മെഷേർഡ് ഈസ് കണക്റ്റഡ് ടു. ഈ ഹോളോ ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തൊരു മൂവബിൾ അയൺ കോർ ഉണ്ട്. അതാണ് അതിൻ്റെ ഒരു എൻഡിലേക്കാണ് നമ്മൾ ഈ ലീനിയർ മൂവ്മെൻറ്റ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് മൂവ് ചെയ്യുന്ന അനുസരിച്ച് എന്ത് ചെയ്യും, ഇവിടെ പ്രൈമറി വൈൻഡിങ്ങിൽ AC വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്, അതനുസരിച്ച് വോൾട്ടേജ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ സെക്കൻഡറി എന്ത് ചെയ്യും, മാറും. ഇത് പുറത്തോട്ട് വരുമ്പോൾ കുറയും, അകത്തോട്ട് കയറുമ്പോൾ ആ ഫ്ലക്സ് ചേഞ്ച് കാരണം വോൾട്ടേജ് കൂടും. ദ അയൺ കോർ ഇസ് ജനറലി ഹൈ പെർമിയബിലിറ്റി വിച്ച് ഹെൽപ്സ് ഇൻ റെഡ്യൂസിങ്. അയൺ കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ഹൈ പെർമിയൂ ഉണ്ട്, ഹൈ ആണ്. ഹെൽപ്സ് ഇൻ റെഡ്യൂസിങ് ഹൈ ഹാർമോണിക്സ് ആൻഡ് ഹൈ സെൻസിറ്റിവിറ്റി കൂടുതലാണ്. ചെറിയ മൂവ്മെൻറ്റ് വരെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റണം, അതുകൊണ്ടാണ് ഹൈ സെൻസിറ്റിവിറ്റി. ദ LVDT is placed inside a stainless steel housing. ഈ LVDT ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ഹൗസ് ചെയ്തിരിക്കുന്നത്. ബിക്കോസ് ഇറ്റ് വിൽ പ്രൊവൈഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക് ഷീൽഡിങ്. വേറെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡിസ്റ്റോഷൻ ഉണ്ടാവാതിരിക്കാനാണ് ഈ ഷീൽഡിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദ ബോത്ത് സെക്കൻഡറി വൈൻഡിങ്സ് ആർ കണക്റ്റഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ റിസൾട്ടഡ് ഔട്ട്പുട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ S1 ഉം S2 എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? oppositional series oppositional as the primary is connected to AC source, so alternating current and voltages are produced in the secondary of the LVDT. Output of S1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ E1 ഉം ഔട്ട്പുട്ട് ഓഫ് S2 E2 ആണെങ്കിൽ അത് സീരീസ് ഓപ്പോസിഷനിൽ കണക്ട് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ഡിഫറൻസ് ആയിരിക്കും വരുന്നത്. ഔട്ട്പുട്ട് ഈ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, E1 മൈനസ് E2 ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫിഗറെങ്കിൽ ഇതാണ് പ്രൈമറി വൈൻഡിങ് P1, ഇത് S2 S1, ഇത് കണ്ടില്ലേ, ഇതാണ് ഇവിടെ, ഇത് പൊളാരിറ്റിയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം ഇത് പോസിറ്റീവ് വരുമ്പം ഇതും പോസിറ്റീവ് ഇതും പോസിറ്റീവ്. നോക്കൂ, ഇതിൻ്റെ നെഗറ്റീവ് എടുത്തിട്ട് ഇവിടെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും ഔട്ട്പുട്ട്, ഈ E1 മൈനസ് E2 ആയിരിക്കും. E1 എങ്ങനെയാണ്, പോസിറ്റീവ് നെഗറ്റീവ് അല്ലേ. അപ്പം ഈ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ ഈ ഔട്ട് ഈസ് ഇക്വൽ ടു പ്ലസ് E1 മൈനസ് E2, ഇവിടെ മൈനസ് അല്ലേ, മൈനസ് E2. അങ്ങനെയാണ് നമുക്കിത് കിട്ടുന്നത്. അപ്പം ഇതിൻ്റെ എക്സാമിന് വരക്കുമ്പം ഈ കണക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഡയറക്റ്റ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ
ഇതില്ലാതെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതെന്താ E1 + E2 ആയത്. അപ്പോൾ സീരീസ് കണക്ഷൻ ആയി പോകും, സീരീസ് എയ്ഡിങ് കണക്ഷൻ ആകും. ഇത് സീരീസ് ഒപ്പോസിഷൻ കണക്ഷനാണ്. അപ്പോൾ ഇങ്ങനെ തന്നെ കണക്ട് ചെയ്യണം, ഇങ്ങനെ തന്നെ E1 - E2 എന്ന് എഴുതണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഔട്ട്പുട്ട് LVDTയുടെ AC ഔട്ട്പുട്ട് മാഗ്നിറ്റ്യൂഡാണ്. ഇൻ ഫേസ്, ഔട്ട് ഓഫ് ഫേസ്. LVDT നൾ പൊസിഷൻ ആകുമ്പോൾ വോൾട്ടേജ് ഇല്ല. നൾ പൊസിഷൻ എന്താ, ഈ സെൻറ്ററിൽ വരുമ്പോൾ എന്താ, E1 E2 ഈക്വൽ വോൾട്ടേജ് ആണെങ്കിൽ വോൾട്ടേജ് ഒന്നും ഔട്ട്പുട്ടിൽ ഉണ്ടാവില്ല. ഇത് രണ്ടും കൂടി 0 വരും. പിന്നെ E1 കൂടുന്നതനുസരിച്ച് ഇങ്ങനെ വരും. അതുപോലെ ഓപ്പോസിറ്റിൽ ഇതും വരും. നമുക്ക് അതിൻ്റെ ഓരോ കേസ് വെച്ചിട്ട് പറയാം. അപ്പം ആ ഡയഗ്രാം എളുപ്പം മനസ്സിലാക്കാൻ പറ്റും. പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ഓഫ് LVDT. കേസ് 1, when the core is at null position, no displacement ഒന്നുമില്ലാതെ null position ആണെങ്കിൽ, when the core is at null position, ഫ്ലക്സ് ലിങ്കിങ്, പ്രൈമറിയിൽ വോൾട്ടേജ് കൊടുത്തു, ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്തു. പക്ഷേ എന്ത് പറ്റും, ഫ്ലക്സ് ലിങ്കിങ് വിത്ത് സെക്കൻഡറി, രണ്ട് സെക്കൻഡറിയിൽ ഈക്വൽ ആണ്. അപ്പോൾ എന്ത് പറ്റും, ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറഞ്ഞാൽ S1 S2 ഈക്വൽ ആണ്. സോ നോ ഡിസ്പ്ലേസ്മെൻറ്റ് വാല്യൂ, ഈ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആയിരിക്കും. കാരണം എന്താ, E1 E2 ഈക്വൽ വാല്യൂ ആണ്. അതുകൊണ്ട് നോ ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് പറയാം. ഇനി കേസ് 2, നമ്മൾ ഇതിൻ്റെ അടുത്തേക്ക് S1-ൻ്റെ അടുത്തേക്ക് കൂടുതൽ കോറ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ, ആൻഡ് കോർ ഇസ് മൂവ്ഡ് അപ് ടു അപ്വേർഡ് of null position for displacement the upward of reference point. In this case, the flux linking with the secondary winding S1 is more. S1-ൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അവിടുത്തെ ഫ്ലക്സ് ലിങ്കിങ് ആയിരിക്കും കൂടുതൽ കമ്പയർഡ് ടു S2. അപ്പോൾ എന്ത് പറ്റും, E1 വാല്യൂ കൂടുതലായിരിക്കും. അപ്പോൾ എന്താ, ഔട്ട്പുട്ട് വോൾട്ടേജ് പോസിറ്റീവ് കിട്ടും. ഇനി എന്ത് പറ്റും, ഡൗൺവേർഡ് ഇല്ലെങ്കിൽ S2-ൻ്റെ അടുത്തേക്ക് നീക്കുകയാണെങ്കിലോ, മാഗ്നിറ്റ്യൂഡ് ഓഫ് E2 വിൽ ബി മോർ ദാൻ E1. അപ്പോൾ എന്ത് പറ്റും, വി ഔട്ട് വിൽ ബി നെഗറ്റീവ്. അപ്പം നമുക്ക് ആ മെഷർമെൻറ്റ്, ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ മെഷർമെൻറ്റ് നൾ പോയിന്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമുക്ക് എന്ത് പറ്റും, നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് മെഷർ ചെയ്യാൻ പറ്റും. പോസിറ്റീവ് കാണിച്ചു കഴിഞ്ഞാൽ ഏത് ഡയറക്ഷനിലാണെന്നും അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ മാഗ്നിറ്റ്യൂഡ് വെച്ചിട്ട് നമുക്ക് എന്തോരം മൂവ് ചെയ്തെന്നും കിട്ടും. അപ്പോൾ അതാണ് LVDTൻ്റെ ഓപ്പറേഷനും അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും. ഇനി അടുത്തത് ബി പാർട്ട്, എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ഓഫ് ജനറൽ പർപ്പസ് CRO വിത്ത് ഹെൽപ്പ് ഓഫ് എ ബ്ലോക്ക് ഡയഗ്രം. CROനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. CRO, കാഥോഡ് റേ ഓസിലോസ്കോപ്പ്. അതെന്തിനാണ്, വോൾട്ടേജിലാണ് ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ എന്താ, ഓൾ ക്വാണ്ടിറ്റീസ്, വേറെ ഏത് ക്വാണ്ടിറ്റി, കറണ്ട് ആയിക്കോട്ടെ, സ്ട്രെയിൻ ആയിക്കോട്ടെ, പ്രഷർ, ആക്സലറേഷൻ, എന്തും നമുക്ക് മെഷർ ചെയ്യണമെങ്കിൽ അതെന്ത് ചെയ്യും, ആദ്യമേ അതിനെ വോൾട്ടേജ് ആയിട്ട് ചേഞ്ച് ചെയ്യും. എന്ത് യൂസ് ചെയ്തിട്ടാണ്, നമ്മൾ ഓൾറെഡി പഠിച്ചു ട്രാൻസ്ഡ്യൂസർ എന്താണ്, നോൺ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീസിനെ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ആക്കുന്ന ട്രാൻസ്ഡ്യൂസർ യൂസ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, എന്നിട്ടാണ് ഡിസ്പ്ലേ ഓൺ CRO ചെയ്യുന്നത്. ദിസ് ഇൻസ്ട്രുമെൻറ്റ് ഇൻക്ലൂഡ്സ്, ഒരു CROയിൽ ഒരു ലൂമിനസ് സ്പോട്ട് ഉണ്ടാവും. ആ സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേ ഇൻപുട്ട് വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇത് ഈ ലൂമിനസ് സ്പോട്ടിലെ സ്റ്റൈലസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു ഇലക്ട്രോൺ ബീം ഫ്ലൂറസൻസ് സ്ക്രീനിൽ ഹിറ്റ് ചെയ്യുമ്പോഴാണ് ആ ഒരു സ്പോട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇൻസ്ട്രുമെൻ്റ് എംപ്ലോയ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞു കാഥോഡ് റേ ട്യൂബാണ് എൻ്റെ ഹാർട്ട് എന്നല്ലേ, ഇറ്റ്സ് ഹാർട്ട് ഓഫ് ഓസിലോസ്കോപ്പ്. ഇറ്റ് ജനറേറ്റ്സ് ദ ഇലക്ട്രോൺ ബീം, ആക്സിലറേറ്റ് ദ ബീം ടു എ ഹൈ വെലോസിറ്റി ആൻഡ് ഡിഫ്ലക്ട് ദ ബീം ടു ക്രിയേറ്റ് ദ ഇമേജ്. ആദ്യമേ ഒരു ഇലക്ട്രോൺ ബീം ഉണ്ടാക്കും, എന്നിട്ട് അതിനെ ഹൈ വെലോസിറ്റിയിൽ, പ്രീ ആക്സിലറേറ്റിങ്ങും ഒക്കെ നമ്മൾ കണ്ടു, അത് വെച്ചിട്ട് ഹൈ വെലോസിറ്റിയിലാക്കിയിട്ട് എന്നിട്ട് എന്ത് ചെയ്യും, ഫോസ്ഫർ സ്ക്രീനിലേക്ക് ഹിറ്റ് ചെയ്യും. അവിടെയാണത് വിസിബിളായിട്ട് നമുക്ക് കാണുന്നത്. ഈ ടാസ്ക് ഒക്കെ നമുക്ക് അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും, വേരിയസ് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആൻഡ് വോൾട്ടേജസ് ആർ റിക്വയർഡ്. അതെന്ത് ചെയ്യും, അതെന്ത് ചെയ്യും, അത് പവർ സപ്ലൈ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ലോ വോൾട്ടേജ് സപ്ലൈ ആണ് ഹീറ്റർ അല്ലെങ്കിൽ ഇലക്ട്രോൺ ഗണ്ണിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ലോ വോൾട്ടേജ് സപ്ലൈ ചെയ്യുന്ന ഇലക്ട്രോൺ ബീം പ്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് നമ്മുടെ സോഴ്സ്. പിന്നെ ഹൈ വോൾട്ടേജ്, തൗസൻഡ്സ് ഓഫ് വോൾട്ട് വേണ്ട ഹൈ വോൾട്ടേജ് നമ്മൾ എടുക്കുന്നുണ്ട്. എന്തിനാണ്, അത് ആക്സിലറേറ്റ് ചെയ്യാനാണ്. ഈ നോർമൽ വോൾട്ടേജ് ഉണ്ട്, അപ്പോൾ നമ്മൾ ലോ വോൾട്ടേജ് എടുത്തു, എന്തിനാ, ഇലക്ട്രോൺസ് ബീം പ്രൊഡ്യൂസ് ചെയ്യാൻ. പിന്നെ ഹൈ വോൾട്ടേജ് എന്ത് ചെയ്തു, ആക്സിലറേറ്റ് ചെയ്യാൻ വേണം. പിന്നെ
നോർമൽ സപ്ലൈ വോൾട്ടേജ് വേണം. എന്തിനാണ്? കൺട്രോൾ സർക്യൂട്ട് കൺട്രോൾ ചെയ്യണത് എന്തിനാണ് നമുക്ക് നോക്കാം കേട്ടോ. കാഥോഡ് റേ മറ്റേ അതിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് കൺട്രോൾ ചെയ്യുന്നത് കേട്ടോ. നമുക്ക് നോക്കാം. എ കാഥോഡ് റേ ഓസിലോസ്കോപ്പ് കൺസിസ്റ്റ് ഓഫ് CRT വിച്ച് ഇസ് എ ഹാർട്ട് ഓഫ് ട്യൂബ്. സം അഡീഷണൽ സർക്യൂട്ടറി വേണം. അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം നേരത്തെ വരച്ച CRTയുടെ പടമാണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. മെയിൻ പാർട്സ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് തന്നെയാണ് ഈ സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇനി സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്കസും ചെയ്യും ആക്സിലറേറ്ററും ചെയ്യും. ഇലക്ട്രോൺ ഗൺ അസംബ്ലി എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ആക്സിലറേറ്റിംഗ് ആനോഡ്, പ്രീ ആക്സിലറേറ്റിംഗ്, ഫോക്കസിങ് ആനോഡ്, പിന്നെ ഇലക്ട്രോൺ ഗണ്ണ്, ഇത്രയും കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു കൺട്രോൾ ഗ്രിഡും ഉണ്ട്. ഇത്രയും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം നടക്കുന്നത് ഇലക്ട്രോൺ ഗണ്ണിലാണ്. അപ്പോൾ ഹീറ്ററും കാഥോഡും ഗ്രിഡും, പ്രീ ആക്സിലറേറ്റിംഗ്, ഫോക്കസിങ് ആൻഡ് ഇത്രയാണ് ഇലക്ട്രോൺ ഗണ്ണിലുള്ളത്. ഇനി ഇലക്ട്രോൺസ് എന്താണ്? ഹീറ്റഡ് കാഥോഡിൽ നിന്ന് എമിറ്റ് ചെയ്യാണ് ലോ വോൾട്ടേജ് കൊടുത്തപ്പോൾ. പിന്നെ അവിടെ ഒരു ബേരിയം അല്ലെങ്കിൽ സ്ട്രോൺഷ്യം ഓക്സൈഡ് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. A layer of barium and strontium oxide is deposited on the end of the cathode. അതെന്ത് ചെയ്യും? ഹൈ എമിഷൻ ഓഫ് ഇലക്ട്രോൺസ് അറ്റ് മോഡറേറ്റ് ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി. ഈ ഇലക്ട്രോൺസ് എന്തിൽ കൂടി പോവും? ഈ കൺട്രോൾ ഗ്രിഡ്. ഇതാണ് കൺട്രോൾ ഗ്രിഡ്. നോർമൽ വോൾട്ടേജ് വേണം എന്ന് പറഞ്ഞ കൺട്രോൾ ഗ്രിഡ്. ദിസ് കൺട്രോൾ ഗ്രിഡ് ഈസ് യൂഷ്വലി നിക്കൽ സിലിണ്ടറാണ്. അപ്പോൾ എന്ത് സംഭവിക്കുകയാണ്? ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രോൺ ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോരം ഇലക്ട്രോൺസ് ലൂമിനസ് സ്പോട്ടായിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇൻറ്റൻസിറ്റി ഡിറ്റർമിൻ ചെയ്യണത്. ആ ഇൻറ്റൻസിറ്റി എന്തിനെ കൺട്രോൾ ഗ്രിഡ് ത്രൂ ആണ് കൺട്രോൾ ചെയ്യുന്നത്. ഒരു നെഗറ്റീവ് ബയാസ് അതിൽ പ്രൊവൈഡ് ചെയ്തിട്ട് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എമിറ്റ്, ആ ഒരു സിലിണ്ടറാന്ന് പറഞ്ഞു കൺട്രോൾ ഗ്രിഡ് അല്ലേ, അതിൽ കൂടി എന്തോരം ഇലക്ട്രോൺസ് പോകണം എന്നുള്ളത് എന്ത് ചെയ്യും? ഇവിടെ ഒരു നെഗറ്റീവ് വോൾട്ടേജ് കൊടുത്തിട്ട് ഡിറ്റർമൈൻ ചെയ്യും. Electrons emitted from the cathode and passing through the hole in control grid are accelerated by high positive potential which is applied to pre-accelerating and accelerating anode. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നേരെ പോകുന്നത് ആക്സിലറേറ്റ് ചെയ്യാൻ ഹൈ വോൾട്ടേജ് കൊടുക്കുകയാണ്. ദ ഇലക്ട്രോൺ ബീം ഫോക്കസ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? ഫോക്കസിങ് ആനോഡാണ്. ആക്സിലറേറ്റിംഗ് ആൻഡ് ഫോക്കസിങ് ആനോഡ്സ് ആർ എല്ലാം സിലിണ്ടർ ഫോമിലാണ് വിത്ത് സ്മോൾ ഓപ്പണിങ്സ് ലൊക്കേറ്റഡ് ഇൻ ദ സെൻറ്റർ ഓഫ് ഈച്ച് ഇലക്ട്രോഡ്. കോയാക്സിൽ വിത്ത് CRTയുടെ ട്യൂബ് ആക്സിസിന് കോയാക്സിലായിട്ടാണ് വെച്ചിരിക്കുന്നത്. ആഫ്റ്റർ ലീവിങ് ദ ഫോക്കസിങ് ആനോഡ് ദ ഇലക്ട്രോൺ ബീം പാസസ് ത്രൂ ദ ഈ ഫോക്കസിങ് ആനോഡ് കഴിഞ്ഞിട്ട് പിന്നെ പോകുന്നത് ഏതാണ്? ആക്സിലറേറ്റിംഗ് ആനോഡാണ്. ഇത് ഓൾറെഡി പറഞ്ഞതുകൊണ്ടാണ് പിന്നെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഡിഫ്ലക്ഷൻ പ്ലേറ്റ് അസംബ്ലിയിട്ടാണ് പോകുന്നത്. ഏതൊക്കെയാണ്? ഹൊറിസോണ്ടലും വെർട്ടിക്കലും. രണ്ട് മെത്തേഡ് ഓഫ് ഫോക്കസിങ് പറ്റും, ഇലക്ട്രോസ്റ്റാറ്റിക്കും ഇലക്ട്രോ മാഗ്നറ്റിക്കും. നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ആണ്. അത് ഓർത്ത് വെച്ചിരിക്കുക. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോക്കസിങ് ആണ് യൂസ് ചെയ്യുന്നത്. ഹൊറിസോണ്ടലും വെർട്ടിക്കലും ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സ് ഉണ്ട്. അത് ഇലക്ട്രോൺ ഗണ്ണിനും സ്ക്രീനിനും ഇടയിലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇലക്ട്രോൺ ബീം ഈ ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീമിനെ ഹൊറിസോണ്ടലി ഡിഫ്ലക്റ്റ് ചെയ്യും. വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ് ബീമിനെ വെർട്ടിക്കലി ഡിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ അത് രണ്ടും ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? സെൻറ്ററിലായിരിക്കും ലൂമിനസ് സ്പോട്ട് കാണിക്കുന്നത്. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദ സ്പോട്ട് ഈസ് ഡിഫ്ലക്റ്റഡ് ഓൺ ദ സ്ക്രീൻ ഇൻ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ, എക്സ് ഡയറക്ഷനിൽ. പിന്നെ ടൈം ബേസ് സർക്യൂട്ടറി വെച്ചിട്ടാണ്. അത് നമുക്ക് പറയാം എന്താണ് ടൈം ബേസ് സർക്യൂട്ടറി എന്ന്. ഇനി സിഗ്നൽ വ്യൂ ചെയ്യേണ്ടതാണ് നമ്മൾ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിൽ കൊടുക്കുന്നത്. അതെന്ത് ചെയ്യും? വൈ ഡയറക്ഷനിൽ ഡിഫ്ലക്റ്റ് ചെയ്യും. ഇനി എന്ത് ചെയ്യും? ഒരു ട്രിഗറിങ് സർക്യൂട്ട് ഉണ്ട്. എന്തിനാണ് ട്രിഗറിങ് സർക്യൂട്ട്? ഈ നമ്മൾ എക്സിൽ എക്സിലും വൈയിലും പ്രൊവൈഡ് ചെയ്യുമ്പം ഈ വൈ ഡിഫ്ലക്ഷൻ പ്ലേറ്റിലേക്ക് നമ്മൾ കൊടുക്കുന്നത് നമുക്ക് വേണ്ട സിഗ്നലാണ്. നമുക്ക് ഏത് സിഗ്നലാണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത് ആ സിഗ്നലായിരിക്കും നമ്മൾ ഇതിൽ കൊടുക്കുന്നത്. ഇവിടെയോ ഇതിലായിരിക്കും ടൈം പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു സംഗതിക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഒരു സിങ്ക്രണൈസേഷൻ വേണം. ഒരു ട്രിഗറിങ് സർക്യൂട്ട് പ്രൊവൈഡ് കാരണം ഇത് ഈ സിങ്ക്രണൈസ്ഡ് ആയിട്ടാണ് വരുന്നത്. 2 ടൈപ്സ് ഓഫ് ഡിഫ്ലക്ഷൻ ഉണ്ട്. ഹൊറിസോണ്ടലും അത് സെയിം പോയിന്റിൽ വന്നു എന്ന് നമുക്ക് ഉറപ്പാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ട് മിസ്സാവാതിരിക്കാൻ വേണ്ടി. ദ ഫ്രണ്ട് ഓഫ് CRT ഈസ് കോൾഡ് ഫേസ് പ്ലേറ്റ്. ദ ഇന്റേണൽ സർഫസ് ഓഫ് ദ ഫേസ് പ്ലേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഫോസ്ഫർ വെച്ച് കോട്ട് ചെയ്യുന്നുണ്ട്. എന്നാലാണ് അത് ലൈറ്റ് എമിറ്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും, ഇലക്ട്രിക്കൽ സിഗ്നലിനെ ലൈറ്റ് ആക്കാൻ വേണ്ടി. ദ എനർജി ലെവൽ ഓഫ് ഫോസ്ഫറസ് ക്രിസ്റ്റൽ
rises when electron beam strikes on it. The light which is emitted through the phosphor excitation is called fluorescence. ആ മെത്തേഡിന് പറയുന്നതാണ്. When electron beam stops, the phosphor crystal regains the original. Most of the CRO application involve measurement or display of a quantity which varies with respect to time. അപ്പോൾ ഇതാണ് ബ്ലോക്ക് ഡയഗ്രാം. ഇതാണ് വരക്കേണ്ടത്. നേരത്തെ വരച്ച CRT മാത്രമല്ല, ഇത് എന്താണെങ്കിലും വരക്കണം. വെർട്ടിക്കൽ ആംപ്ലിഫയർ ഞാൻ പറഞ്ഞു, അവിടെയാണ് ഇൻപുട്ട് സിഗ്നൽ കൊടുക്കേണ്ടത് വെർട്ടിക്കലിലാണ്. അത് കഴിഞ്ഞിട്ടൊരു ഡിലേ പ്രൊവൈഡ് ചെയ്തിട്ട് വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിൽ കൊടുത്തു. വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ് കണ്ടില്ലേ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അതേസമയം വെർട്ടിക്കലി വെക്കുന്നത് ഏതാണ്? ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ് ആണ്. ആൻഡ് എന്ത് ചെയ്യും? ട്രിഗർ സർക്യൂട്ടും ടൈം ബേസ്ഡ് ജനറേറ്ററുമാണ് ഹൊറിസോണ്ടൽ ആംപ്ലിഫയർ ത്രൂ ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിൽ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തത് നമ്മളുടെ ടൈം ബേസ്ഡ് ജനറേറ്ററിനെ കുറിച്ചാണ് പറയുന്നത്. ദിസ് റിക്വയർസ് ദാറ്റ് CRT സ്പോട്ട് മൂവ് അക്രോസ് ദ സ്ക്രീൻ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അറ്റ് എ കോൺസ്റ്റന്റ് വെലോസിറ്റി. ഇൻ ഓർഡർ ടു ഡിഫ്ലക്ട് ദ ബീം ലീനിയർലി ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഒരു റാം വോൾട്ടേജ് അപ്ലൈ ചെയ്യും ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിലേക്ക്. എന്തിനാണ്? ദ സർക്യൂട്ട് ഡെവലപ്സ് ദിസ് റാം വോൾട്ടേജ് കോൾഡ് ടൈം ബേസ്ഡ് ജനറേറ്റർ ഓർ സ്വീപ്പ് ജനറേറ്റർ. അപ്പോൾ അതെന്ത് ചെയ്യുമ്പോൾ ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യും. ദ ഔട്ട്പുട്ട് ഓഫ് ദ സ്വീപ്പ് ജനറേറ്ററിനെ നമ്മൾ പറയുന്നത് സ്വീപ്പ് വോൾട്ടേജ് ഇല്ല ടൈം ആ റാം വോൾട്ടേജിനാണ് സ്വീപ്പ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ദിസ് വോൾട്ടേജ് സ്റ്റാർട്ടിങ് ഫ്രം സം ഇനിഷ്യൽ വാല്യൂ ഇൻക്രീസസ് ലീനിയർലി വിത്ത് ടൈം ടു എ മാക്സിമം വാല്യൂ. അത് ഒരു വോൾട്ടേജ് എത്തി കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ആഫ്റ്റർ വിച്ച് ഇറ്റ് അഗെയിൻ റിട്ടേൺസ് ടു ഇനിഷ്യൽ വാല്യൂ. ആ ടൈം TSനെയാണ് സ്വീപ്പ് ടൈം എന്ന് പറയുന്നത്. TRനെയാണ് നമ്മൾ പറയുന്നത് റീട്രൈസ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് TS എന്നും ഇതിന് TR എന്നും പറയും. അപ്പോൾ എന്തിനാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഹൊറിസോണ്ടൽ ഈ ടൈം പീരീഡിൽ തന്നെ നമ്മളുടെ സിഗ്നൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യനിൽ ഈ ഒരു ബ്ലോക്ക് ഡയഗ്രാം ഇതിൻ്റെ വർക്കിംഗ്, ഈ ടൈം ബേസ്ഡ് ജനറേറ്റർ, അതിൻ്റെ ആ ഒരു കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ട് CROയിൽ പറയേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ 20th ക്വസ്റ്റ്യനാണ്, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. അതിൻ്റെ അകത്ത് A പാർട്ടാണ്. വിത്ത് നീറ്റ് ഫിഗേഴ്സ് എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ആൻഡ് അൾട്രാസോണിക് ഫ്ലോമീറ്റർ. 2 ടൈപ്പ് ഫ്ലോമീറ്ററിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഫസ്റ്റ് ഇലക്ട്രോമാഗ്നറ്റിക് ഫ്ലോമീറ്റർ എന്നാണ്. ഇറ്റ് ഈസ് പെർട്ടിക്കുലർലി സ്യൂട്ടബിൾ ഫോർ ഫ്ലോ മെഷർമെൻറ്റ്സ് ഓഫ് സ്ലറീസ്, സ്ലഡ്ജ് ആൻഡ് എനി ഇലക്ട്രിക്കലി കണ്ടക്റ്റിംഗ് ലിക്വിഡ്. അതിൻ്റെ ഫ്ലോ മെഷർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അതൊരു ഇൻസുലേറ്റഡ് ഇലക്ട്രോഡ്സ് നമ്മൾ ഇൻസേർട്ട് ചെയ്യും. എവിടെയാണ്? നോൺ കണ്ടക്റ്റിംഗ് നോൺ മാഗ്നറ്റിക് ആയിട്ടുള്ള പൈപ്പ് ഉണ്ട്. ആ പൈപ്പിലാണ് എന്ത് ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നത്. എന്തിൻ്റെയാണോ ഫ്ലോ മെഷർ ചെയ്യേണ്ട ആ ലിക്വിഡ് ഫ്ലോ ചെയ്യുന്ന പൈപ്പ് എന്ന് പറഞ്ഞാൽ നോൺ കണ്ടക്റ്റിംഗ് ആൻഡ് നോൺ മാഗ്നറ്റിക് ആണ്. അപ്പോൾ എന്ത് സംഭവിക്കും? എന്നിട്ട് ഈ പൈപ്പിന് അക്രോസ് നമ്മളൊരു ഇലക്ട്രോ മാഗ്നറ്റ് സറൗണ്ട് ചെയ്യും. അതെന്ത് ചെയ്യും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പം എന്താണ് സംഭവിക്കുന്നത്? ഒരു കണ്ടക്റ്റിംഗ് ലിക്വിഡാണെന്ന് നമ്മൾ പറഞ്ഞു. കണ്ടക്റ്റിംഗ് ലിക്വിഡ് എന്തിലാണ് ഫ്ലോ ചെയ്യുന്നത്? ഒരു മാഗ്നറ്റിക് ഫീൽഡാണ്. ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ലിക്വിഡ് ഇങ്ങനെ ഫ്ലോ ചെയ്യണം, അത് കണ്ടക്റ്റിംഗ് ആണ്. അപ്പോൾ എന്താ? ഇറ്റ് ഈസ് അനലോഗസ് ടു എ കണ്ടക്ടർ മൂവിങ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡാണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് E=BLV അല്ലേ? BLV സൈൻ തീറ്റയാണ്. ഇപ്പോൾ ആംഗിളൊന്നും നമ്മൾ പ്രൊവൈഡ് ചെയ്യാണ്ട് സൈൻ 90 ആകുമ്പോൾ എന്താ? BLV ആണ് വോൾട്ടേജ്. B എന്ന് പറഞ്ഞാൽ എന്താ? ഫ്ലക്സ് ഡെൻസിറ്റി. L ലെങ്ത് ഓഫ് കണ്ടക്ടർ. V എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് കണ്ടക്ടറാണ്. അപ്പോൾ ഇതുണ്ടോ? ഇതാണ് ആ പൈപ്പ് മോഷൻ ഫ്ലോ മെഷർ ചെയ്യേണ്ട ലിക്വിഡ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊവൈഡ് ചെയ്യണ മെത്തേഡ്. Thus assuming a constant magnetic field, the magnitude of the voltage appearing across the electrode will be magnitude V is equal to BLV ആണ്. B കോൺസ്റ്റൻ്റ് ആണ്, ലെങ്ത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എന്തിനാണ് വോൾട്ടേജ് പ്രൊപ്പോർഷണൽ? വെലോസിറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നോൺ കണ്ടക്റ്റിംഗ് പൈപ്പ് ഹാസ് ടു ബി യൂസ്ഡ് ആസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഗെറ്റ് ഷോർട്ട് സർക്യൂട്ടഡ് ഇഫ് മെറ്റാലിക് പൈപ്പ്സ് ആണെങ്കിൽ എന്ത് പറ്റും? ഷോർട്ട് സർക്യൂട്ട് ചെയ്യും അല്ലേ? This is true when liquids of low conductivity are being measured. But when liquids of high conductivity are measured, short circuiting has no effect. അപ്പം ഹൈ കണ്ടക്ടിവിറ്റി ഉള്ള ലിക്വിഡ് ആണെങ്കിൽ അത് പ്രശ്നമില്ല. ലോ കണ്ടക്ടിവിറ്റി ആണെങ്കിലാണ് ഈ ഒരു ഇഷ്യൂ വരുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ പൈപ്പ്സ് ക്യാൻ ബി ദെൻ യൂസ്ഡ്. അങ്ങനെയുള്ള കേസിൽ നമുക്ക് സ്റ്റെയിൻലെസ് പൈപ്പ് യൂസ് ചെയ്യാം. ദ വോൾട്ടേജ് പ്രൊഡ്യൂസ്ഡ് ആർ സ്മോൾ, എസ്പെഷ്യലി അറ്റ് ലോ ഫ്ലൂയിഡ് റേറ്റ്. വോൾട്ടേജ് ഫ്ലോയിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് ഫ്ലോ കുറവാണെങ്കിൽ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്തും കുറവായിരിക്കും. പിന്നെ ഹൈ ആംപ്ലിഫയർ യൂസ് ചെയ്ത് നമുക്കതിനെ യൂസബിൾ ഫോമായിട്ട് കൺവേർട്ട് ചെയ്യാം.
ഇതാണ് ആദ്യത്തേത്, ഇലക്ട്രോമാഗ്നറ്റിക് ഫ്ലോമീറ്റർ. അതിൻ്റെ അഡ്വാൻറ്റേജും ലിമിറ്റേഷൻസും ആണ് പറഞ്ഞിരിക്കുന്നത്. ടു മെഷർ ഫ്ലോ ഇൻ പൈപ്സ് ഓഫ് എനി സൈസ്. പവർഫുൾ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതിൻ്റെയും ഫ്ലോ മെഷർ ചെയ്യാം. ഫ്ലൂയിഡ് ഹാൻഡ്ലിംഗ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഫ്ലോമീറ്റർ ആ ഫ്ലോയിനെ നമ്മൾ ഡിസ്ട്രപ്റ്റ് ചെയ്യുന്നില്ല, ഒരു ഒബ്സ്ട്രക്ഷനും ഇല്ല. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്ലി ഫ്ലോയിൻ്റെ റേറ്റിൽ കിട്ടുകയാണ്. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാരക്ടറിസ്റ്റിക്സിനനുസരിച്ച് ചേഞ്ച് ഒന്നും വരുന്നില്ല. അപ്പം അതൊക്കെ ടെമ്പറേച്ചർ, പ്രഷർ, വിസ്കോസിറ്റി അതിനൊന്നും ഡിപ്പെൻഡ് ചെയ്യാണ്ട് ഫ്ലോയിൻ്റെ കറക്റ്റ് വാല്യൂനനുസരിച്ചുള്ള വോൾട്ടേജ് കിട്ടുന്നുണ്ട്. ലിമിറ്റേഷൻ, ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഈസ് ഹൈ ആണ്. വലിയ വലിയ സ്ലറീസും സ്ലഡ്ജിൻ്റെ ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കൂടുതലായിരിക്കും. അതുകൊണ്ട് കണ്ടക്ടിവിറ്റി ഓഫ് ലിക്വിഡ് ബീങ് മെഷേർഡ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ. കണ്ടക്ടിവിറ്റി ഇതിനേക്കാൾ കുറയരുത്, ഇത്രയൊക്കെ കണ്ടക്ടിവിറ്റി മിനിമം വേണം, ഇല്ലെങ്കിൽ ആ വോൾട്ടേജ് മെഷർ ചെയ്യുന്നതിൻ്റെ അകത്ത് വേരിയേഷൻസ് വരും. ഇനി അടുത്താണ് അൾട്രാസോണിക് ഫ്ലോമീറ്റർ. ഇതിൻ്റെ അകത്ത് എന്താണ്, 2 പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലുണ്ട്, ഒരു ഡിസ്റ്റൻസിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. 1 ക്രിസ്റ്റൽ ഒരു ട്രാൻസ്മിറ്ററായിട്ടും അടുത്തത് റിസീവറായിട്ടും ആക്ട് ചെയ്യും. ട്രാൻസ്മിറ്റർ എന്ത് ചെയ്യും, അൾട്രാസോണിക് പൾസ് പാസ് ചെയ്യും, റിസീവർ അത് റിസീവ് ചെയ്യും. ഈ ട്രാൻസിറ്റ് ടൈം നമ്മൾ നോട്ട് ചെയ്യും. ഈ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്മിറ്ററും റിസീവറും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. വി എന്ന് പറഞ്ഞാൽ സൗണ്ട്, നമ്മൾ അൾട്രാസോണിക് സൗണ്ട് പാസ് ചെയ്യുന്ന അതിൻ്റെ വെലോസിറ്റിയാണ് വി. സി ആണ് വെലോസിറ്റി ഓഫ് സൗണ്ട് എടുത്തിരിക്കുന്നത്. വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കൂടി പോകുന്ന ഫ്ലോയിൻ്റെ റേറ്റ് ആണ്. ഓക്കെ, ഇനി ഈ ഒരു ഇക്വേഷൻ വെലോസിറ്റി ഇസ് ഇക്വൽ ടു മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പം നമുക്ക് ടൈം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, മീറ്റർ ബൈ വെലോസിറ്റി എടുത്താൽ മതി അല്ലേ, മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഈ സെക്കൻഡ് മുകളിൽ വന്ന് ടൈം കിട്ടും. അപ്പം ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി ആണ് എടുക്കേണ്ടത് അല്ലേ. വെലോസിറ്റി ഇസ് ഇക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. അപ്പോൾ ടൈം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി. അപ്പോൾ ഡിസ്റ്റൻസ് എന്താണ്, ഡി ആണ്, ട്രാൻസ്മിറ്ററും റിസീവറും തമ്മിലുള്ള. ഇനി ഈ വെലോസിറ്റി ആഡ് ചെയ്യണോ സബ്ട്രാക്ട് ചെയ്യണോ എന്നുള്ളതാണ് അടുത്ത ഡൗട്ട് വരുന്നത്. അത് നമുക്ക് നോക്കാം. ഇത് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ആണെങ്കിൽ ആഡ് ചെയ്യും, ഓപ്പോസിറ്റ് ആണെങ്കിൽ നമ്മൾ മൈനസ് ചെയ്യും. വെൻ സിഗ്നൽ ഈസ് ട്രാവലിംഗ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ അഗൈൻസ്റ്റ് ദ ഫ്ലോ ആകുമ്പോൾ മൈനസ് ചെയ്യും അല്ലേ. ഒരെണ്ണം ഇങ്ങോട്ടും ഒരെണ്ണം ഇങ്ങോട്ടേക്കുമാണ് സിഗ്നൽ, ഇതും അൾട്രാസോണിക് സിഗ്നൽ സൗണ്ട് സിഗ്നൽ ഇതും, ഫ്ലോ ഇതുമാണെങ്കിൽ മൈനസ് ചെയ്യും, അതല്ലെങ്കിൽ ആഡ് ചെയ്യും. ഇപ്പോൾ 2 ഇക്വേഷൻ നമുക്ക് കിട്ടി, 2ൻ്റെ ടൈം നമ്മൾ നോട്ട് ചെയ്തു. ഇനി സിനുസോയ്ഡൽ സിഗ്നൽ ആണെങ്കിൽ ഫ്രീക്വൻസി വെച്ചിട്ട് നമുക്ക് പറയാം. ഇത് നേരത്തെ ഇക്വേഷൻ തന്നെ, ടൈം ടി ഈസ് ഇക്വൽ ടു ഒമേഗ ടി ആണ് ഫൈ. അപ്പം ടൈം ടി നമുക്കറിയാം. അപ്പോൾ ഫ്ലക്സ് ഫൈ കിട്ടണമെങ്കിൽ ഇൻറ്റു ഒമേഗ ചെയ്താൽ മതി അല്ലേ. നേരത്തെ ടൈമിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, T1 ഈസ് ഇക്വൽ ടു ഡി ബൈ സി പ്ലസ് ബി ആണ്. അപ്പോൾ 5 ആക്കണമെങ്കിൽ ഡെൽറ്റ T1 ആണ്, ഡെൽറ്റ 5 ആക്കണമെങ്കിൽ ഒമേഗ മൾട്ടിപ്ലൈ ചെയ്താൽ മതി, 2πf ഇൻറ്റു ഡി ബൈ സി പ്ലസ് വി ടി. അടുത്തതോ 2πf ഇൻറ്റു ഡി ബൈ സി മൈനസ് വി. അപ്പം അതിൽ വലിയ കാര്യമില്ല, ഒമേഗ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 5ൻ്റെ രീതിയിൽ ഇക്വേഷൻ കിട്ടും, അത്രേ ഉള്ളൂ. വെലോസിറ്റി ക്യാൻ ബി ഡിറ്റർമൈൻഡ് ബൈ ഐദർ മെഷറിങ് ദ ട്രാൻസിറ്റ് ടൈം, ടൈമിൻ്റെ രീതിയിലോ ഫേസ് ഷിഫ്റ്റിൻ്റെ രീതിയിലോ നമുക്ക് വെലോസിറ്റി മെഷർ ചെയ്യാം. ടി ആൻഡ് ആർ ആണ് ട്രാൻസ്മിറ്റിങ് റിസീവിങ് ക്രിസ്റ്റൽസ്. അത് ഐദർ നമുക്ക് എക്സ്റ്റീരിയർ പൈപ്പോ അല്ലെങ്കിൽ ഇമ്മേഴ്സ് ചെയ്തോ വെക്കാം. എന്താണെങ്കിലും ട്രാൻസ്മിറ്റ് ചെയ്യണം, ആ ലിക്വിഡിൽ കൂടി ആ സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും. ഇനി ഇതിൻ്റെ ഒരു കാൽക്കുലേഷനാണ് കാണിച്ചിരിക്കുന്നത്, ജസ്റ്റ് ഞാൻ പറയാം. ദ ഓസിലേറ്റർ എന്ന് പറയുന്നത് ഈ 2ൻ്റെ ടൈം ഡിഫറൻസ് എടുക്കുക. ഡെൽറ്റ T2 മൈനസ് ഡെൽറ്റ T1 ആണ് എടുത്തത്. T2 എന്താണ്, ഡി ബൈ സി മൈനസ് വി മൈനസ് ഡി ബൈ സി പ്ലസ് വി. ഇപ്പം എന്താണ്, സി പ്ലസ് വി മൈനസ് സി പ്ലസ് വി ബൈ സി പ്ലസ് വി ഇൻറ്റു സി മൈനസ് വി. ഇവിടെ ഡി ഉണ്ടല്ലേ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, സി ക്യാൻസൽ ആയിട്ട് 2dv ബൈ സി സ്ക്വയർ മൈനസ് വി സ്ക്വയർ, 2dv ബൈ സി സ്ക്വയർ മൈനസ് വി സ്ക്വയർ. ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി എന്താ ചെയ്യുന്നത്,
നമ്മൾ അസ്യൂം ചെയ്യുകയാണ് സി ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ വി എടുക്കുകയാണ് അല്ലേ. സൗണ്ടിൻ്റെ ഈ ഫ്ലോയിനേക്കാളും വളരെ കൂടുതലായത് കാരണം നമ്മൾ ഡയറക്റ്റ്ലി വി സ്ക്വയർ അങ്ങ് സബ്ട്രാക്ട് ചെയ്യണത് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2dv/c² കിട്ടും. അപ്പോൾ നമുക്ക് ടൈം ഡിഫറൻസ് അറിയാമെങ്കിൽ വെലോസിറ്റി ഡയറക്റ്റ്ലി കിട്ടില്ലേ. ഹെൻസ് ടൈം ഡെൽറ്റ ടി ഈസ് ലീനിയർലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി വി. നമുക്ക് വെലോസിറ്റി വി ആണ് മെഷർ ചെയ്യേണ്ടത് അല്ലേ. ദി സിസ്റ്റം ദോ ഗീവ്സ് ലീനിയർ റിലേഷൻഷിപ്പ് ഈസ് സബ്ജക്റ്റഡ് ടു ആൻ എറർ ഓൺ അക്കൗണ്ട് ഓഫ് ഈ വാല്യൂ ഓഫ് സീനനുസരിച്ച് ചിലപ്പോൾ എറർ കാണിക്കാമെങ്കിലും എ സിസ്റ്റം ബേസ്ഡ് അപ്പോൺ ഫ്രീക്വൻസി മേ ബി ഇതൊരു ആംഗിൾ ടിയിലുള്ള, അതായത് ട്രാൻസ്മിറ്ററും റിസീവറും ഒരു ആംഗിളിൽ പ്രൊവൈഡ് ചെയ്താലുള്ള ഒരു ഇക്വേഷനാണ് ഈ പറയുന്നത്. അപ്പോൾ എന്താ പറ്റുന്നത്, ഇൻ ദ ഡയറക്ഷൻ ആക്കാൻ വേണ്ടിയാണ് വി കോസ് തീറ്റ എടുക്കുന്നത്. അപ്പം d/c + വിൻ്റെ കൂടെ വി കോസ് തീറ്റ വന്നു. അപ്പോൾ ഫ്രീക്വൻസി ആണെങ്കിലോ 1 ടൈം പീരീഡ് c + v cos θ/d. ഇനി ഡെൽറ്റ t2 എന്ന് പറഞ്ഞാൽ d/c- ആണ് കേട്ടോ, c - v cos θ. അപ്പോൾ ഡെൽറ്റ f2 വരുമ്പോഴോ c - v cos θ/d. നേരത്തെ കൂട്ട് തന്നെ ടൈം ഡിഫറൻസ് എടുക്കുക. അപ്പോൾ ഫ്രീക്വൻസിയുടെ ടേമിലും നമുക്ക് കിട്ടും. സോ ഔട്ട്പുട്ട് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് സി. രണ്ടാമത്തെ കണ്ടീഷനിൽ സീന് ഇൻഡിപെൻഡൻ്റ് ആയി. നോട്ട് സബ്ജക്റ്റഡ് ടു എറർ ഓൺ അക്കൗണ്ട് ഓഫ് വാല്യൂ ഓഫ് സി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. രണ്ടാമത്തെ ആ ഫ്രീക്വൻസി ടേംസിൽ ചെയ്യുമ്പോഴുള്ള അഡ്വാൻറ്റേജ്. പ്രസൻ്റ്ലി നമ്മൾ ലിക്വിഡ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. ദ അഡ്വാൻറ്റേജസ് ആർ ദർ ഇസ് നോ ഒബ്സ്ട്രക്ഷൻ ഇല്ല. ദേ ആർ ഇൻസെൻസിറ്റീവ് ടു, നേരത്തെ പറഞ്ഞിട്ട് ടെമ്പറേച്ചർ, ഡെൻസിറ്റി, വിസ്കോസിറ്റി അതിനൊന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. മൂവിങ് പാർട്സ് ഒന്നുമില്ല. ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ടും ഔട്ട്പുട്ടും തരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ഞാൻ നേരത്തെ കാണിച്ച ആ വി കോസ് തീറ്റ വരുന്നത് ഞാൻ പറഞ്ഞില്ല ഒരു ആംഗിളിൽ പ്രൊവൈഡ് ചെയ്യുമ്പോഴത്തേക്കും. അപ്പോൾ അതിന് ഇൻ ഡയറക്ഷൻ ഇൻ ദ ഫ്ലോ എടുക്കാൻ വേണ്ടി വി കോസ് തീറ്റ എടുക്കേണ്ടി വരുന്നത്. കണ്ടോ, തീറ്റ എടുക്കുന്നു, അപ്പോൾ വി കോസ് തീറ്റ എടുക്കേണ്ടി വരുന്നത്. രണ്ട് ക്രിസ്റ്റൽസ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, തമ്മിലുള്ള ഡിസ്റ്റൻസ്, വെലോസിറ്റി, സൗണ്ടിൻ്റെ വെലോസിറ്റി. ഓക്കെ, ഇനി ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ ദ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ഡിജിറ്റൽ മൾട്ടിമീറ്റർ. ഡിജിറ്റൽ മൾട്ടിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റ് എക്യുപ്മെൻ്റ് ആണ്. അത് സെവറൽ ഇലക്ട്രോണിക് മെഷർമെൻറ്റ്സ് ഒരു ടൂളിൽ തന്നെ നമുക്ക് കിട്ടും. ഇപ്പോൾ സ്റ്റാൻഡേർഡ് ബേസിക് മൾട്ടിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ മെഷർ ചെയ്യും, ആംപിയർ, വോൾട്ടേജ്, ഓം. ഇനി അതിൻ്റെ പാർട്സ് എന്തൊക്കെയാണ്, ഡിസ്പ്ലേ സ്ക്രീൻ ഉണ്ടാവും. എന്താണ്, അതൊരു ഇലുമിനേറ്റഡ് ഡിസ്പ്ലേ സ്ക്രീൻ ആണ് ഫോർ ബെറ്റർ വിഷ്വലൈസേഷൻ. ഇറ്റ് ഹാസ് 5 ഡിജിറ്റ് ഡിസ്പ്ലേ. 5 ഡിജിറ്റ് ഡിസ്പ്ലേ ഉണ്ട്. ഒരെണ്ണം സൈനും ബാക്കി 4 എണ്ണം നമ്പേഴ്സ് കാണിക്കാനും ഡിജിറ്റ്സ് കാണിക്കാനുമാണ്. ഇതാണ് ഡിജിറ്റൽ മൾട്ടിമീറ്റർ. എല്ലാവരും ലാബിൽ കണ്ടിട്ടുള്ളതാണ്. വോൾട്ടേജ്, DC കറണ്ട്. അപ്പോൾ ഈ നോബ് തിരിച്ച് അതിലാക്കി കഴിഞ്ഞാൽ അത് നമുക്ക് റെസിസ്റ്റൻസ്, DC വോൾട്ടേജ്, ഓഫ് പൊസിഷൻ, പോസിറ്റീവ്, നെഗറ്റീവ് ടെർമിനൽസ്, പിന്നെ ട്രാൻസിസ്റ്റർ ചെക്ക് ചെയ്യാനുള്ള ടെസ്റ്റർ. ഇത്രയുമാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഈ ഒരു ഫിഗർ വരക്കുന്നത് പോസിബിൾ അല്ലെങ്കിലും ഏകദേശം പോയിൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് കാണിക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളതെന്ന് കാണിക്കാൻ. ഇത് ഇതിൻ്റെ ഒരു ചെറിയൊരു സ്കെച്ച് വരക്കുന്നത് നല്ലതായിരിക്കും. ഇനി നോബ്, സെലക്ഷൻ നോബ്. സിംഗിൾ മൾട്ടിമീറ്റർ പെർഫോം സോ മെനി ടാസ്ക് ലൈക്ക് റീഡിംഗ് വോൾട്ടേജ്, റെസിസ്റ്റൻസ് ആൻഡ് കറണ്ട്. ഇനി എന്തിനാണ് പോർട്ട്, 2 പോർട്ട് ഉണ്ട് അല്ലേ. ദർ ആർ 2 പോർട്ട്സ് ഓൺ ദ ഫ്രണ്ട് ഓഫ് ദ യൂണിറ്റ്. 2 പോർട്ട് ഉണ്ട്. എന്താണ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കറൻറ്റ്, വോൾട്ടേജ്, മില്ലി ആംപിയർ, വോൾട്ടേജ്, ഓം മെഷർ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. വോൾട്ടേജ് ഇത്, പിന്നെ മില്ലി ആംപിയർ, പിന്നെ ഓം, ഇത്തരം കാര്യങ്ങൾ മെഷർ ചെയ്യാനാണ് ഒരു പോർട്ട്. അതാണ് റെഡ് പോർട്ട്. റെഡ് പ്രോബാണ് അവിടെ പ്ലഗ് ഇൻ ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞാൽ കോമൺ പോർട്ടാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നോർമലി കണക്റ്റഡ് ടു നെഗറ്റീവ് ഓഫ് ദ സർക്യൂട്ടാണ്. അത് ബ്ലാക്ക് പ്രോബ് യൂസ് ചെയ്താണ് അവിടെ കണക്ട് ചെയ്യുന്നത്. ദർ ഇസ് 1 പർട്ടിക്കുലർ പോർട്ട് ഈസ് 10 ആംപിയർ വിച്ച് ഈസ് യൂസ് ടു മെഷർ. ഒരു പർട്ടിക്കുലർ പോർട്ട് എന്ത് ചെയ്യും, ലാർജ് കറണ്ടിന് വേണ്ടി 10 ആംപിയറിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഇതാണ് ഇതിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം. ഇതിൻ്റെ അകത്ത് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ കോൺസ്റ്റൻറ്റ് കറണ്ട് സോഴ്സ് എന്താണെങ്കിലും കൺവേർട്ട് ചെയ്ത് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ യൂസ് ചെയ്ത് ഡിസ്പ്ലേ കൊടുക്കുകയാണ്. അനലോഗ് സിഗ്നൽ പലതുണ്ട്. എന്തൊക്കെയാണ്, DC വോൾട്ടേജ് ആകാം, DC കറണ്ട് ആവാം, AC വോൾട്ടേജ്, AC കറണ്ട്, റെസിസ്റ്റൻസ്. എല്ലാത്തിനെയും ബഫർ ആംപ്ലിഫയർ ആകാം, ഇല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യാം വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാവാം. അങ്ങനെ അത് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ യൂസ് ചെയ്തിട്ട് ഇൻപുട്ട് പ്രോബ് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഒരു റൊട്ടേറ്ററി സ്വിച്ച് ഉണ്ടാകും ഇവിടെ.
ഓക്കെ, അപ്പോൾ നമ്മളിന്ന് 5th മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻസ് ആണ്, K2 വന്ന ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്ത്. താങ്ക് യു.